ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. സുഹൃത്തുക്കളെ, ഇവിടെ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ സർവീസ് റോഡിലൂടെ അതിന് ഇത്ര കാലം പോയിരുന്നത്. അതിൻ്റെ ശേഷം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്ത് ഫുൾ ആയിട്ട് ഹൈവേയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി സെൻറ്ററിലുള്ള ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ. നമുക്ക് കാണാം, കുറേ മുന്നിൽ തന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ അതിൻ്റെ ശേഷം ഇവിടെ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾക്കും അതുപോലെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കും നല്ല സുഗമമായിട്ടുള്ള യാത്ര ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആകെ ബ്ലോക്കുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേളാരി ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഇപ്പോൾ നമ്മളെ രാമനാട്ടുകര നിന്ന് വരുന്ന വാഹനങ്ങൾ, അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ നമ്മുടെ കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് ഈ പുതിയ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചേളാരി വരെ പുതിയ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഒന്നായിട്ട് ഒരു വലിയ ഒരു ദൂരത്തിൽ കൂടുതൽ ഭാഗത്ത് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഈ സെൻറ്ററിലുള്ള മീഡിയൻ്റെ ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രമേ തീരാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ വർക്കും തീർന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് സർവീസ് റോഡ് വർക്കുകൾ കുറച്ച് ഭാഗമായിട്ട് സർവീസ് റോഡുകൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ മറ്റൊരു കാഴ്ച പറഞ്ഞാൽ സർവീസ് റോഡ് കഴിഞ്ഞതിന് ശേഷം കുറേ ഭാഗത്തേക്ക് ഇവിടെ റോഡിൻ്റെ ഒരു ബൗണ്ടറി കാണാൻ നമുക്ക് അവിടെ കണ്ടില്ലേ, അവിടെയാണ് ക്രാഷ് ബാരിയറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ സർവീസ് റോഡ് വരുന്നത്. അതായത് അവിടുന്ന് ഇങ്ങനെ നമ്മളെ യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് വരുന്ന ഈ സൈഡിൽ ഇങ്ങനെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, ഇത് സർവീസ് റോഡിൻ്റെ വീതി ഇത്രയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തു കൂടെ ഇനിയും റോഡ് കടന്നു പോകുന്നുണ്ട്. ഒരു കുറച്ചും കൂടി വലുപ്പത്തിൽ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ ഒരു ബിൽഡിങ് കാണാം. ഇതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഇതിവിടെ എന്തെങ്കിലും ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും പോയിൻറ്റുകളായിരിക്കും തോന്നുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന കൂട്ടത്തിൽ. വലിയ മാറ്റം തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ളത്. വളരെ വീതി കൂടിയ ഒരു പോലെ ഉണ്ട്. സെൻറ്ററിൽ നമ്മുടെ ഇതൊന്നും വെക്കാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ ഇതെനിക്ക് തോന്നുന്ന ഒരു ടോയ്ലറ്റ് സംവിധാനം പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ചിലപ്പോൾ റെസ്റ്റ് ഏരിയ ആയിരിക്കാം എന്നാണ് തോന്നുന്നത്. റെസ്റ്റ് ഏരിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് കേട്ടീന്ന്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ല വീതിയുള്ള ഒരു ഭാഗമായിരുന്നു ഈ ഭാഗത്ത്. കണ്ടില്ലേ, ഇത് ടോയ്ലറ്റിൻ്റെ പൈപ്പുകളും കാര്യങ്ങളും തന്നെയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം ഇത് റെസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഹൈവേയിലൂടെ വരുമ്പോൾ സർവീസ് റോഡിലൂടെ കയറി വന്നിട്ട് ഈ ഭാഗത്തൊക്കെ വാഹനങ്ങളൊക്കെ നിർത്താനുള്ള ഒരിതുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു സർവീസ് റോഡുണ്ട്. അത് പഴയ റോഡാണ്. അതും ഇതുപോലെ ടാറൊക്കെ ചെയ്ത് സർവീസ് റോഡിൻ്റെ രീതിയിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ റെസ്റ്റ് ഏരിയ ആയിരിക്കും എന്നാണ്. കാരണം ഇവിടെ നല്ല വീതിയുള്ള കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ വന്ന് നിർത്താനും കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയയും കൂടെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ കാണുന്നത്. യൂണിവേഴ്സിറ്റിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ റോഡ് ടാർ ചെയ്തതുകൊണ്ട് ആളുകൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ വാഹനം ഓടിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തേന് ഈ ചേളാരി ഭാഗത്തൊക്കെ മണിക്കൂറുകളോളാണ് ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നിലവിൽ നടക്കുന്നത് എന്താ പറഞ്ഞാൽ നമ്മുടെ സർവീസ് റോഡിൽ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഇനിയിപ്പോൾ കൂടുതലായി വർക്ക് നടക്കേണ്ട സ്ഥലങ്ങൾ പറഞ്ഞാൽ നമ്മുടെ തലപ്പാറ ഭാഗത്ത്, അതുപോലെ കൂരിയാട് ഭാഗത്ത്,
ഇപ്പോൾ കുറച്ച് ഈ ഭാഗത്ത് ചേളാരി ഭാഗത്തും കൂടെയുള്ള വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക്, അതുപോലെ കാക്കഞ്ചേരി ഭാഗത്ത് അവിടുത്തെ കൂടി വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ചേലാമ്പ്ര ഭാഗത്ത് നിന്ന്, ഇടിമുഴിക്കൽ ചേലാമ്പ്ര ഭാഗത്തു നിന്ന് വാഹനം ഹൈവേയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം തലപ്പാറ വരെ നമുക്ക് ഹൈവേയിലൂടെ, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹൈവേയിലൂടെ വരാൻ പറ്റും. അത്രയും ദൂരത്തിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. വളരെ വേഗത്തിലാണ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഇനി ക്രാഷ് ബാരിയർ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് റെസ്റ്റ് ഏരിയ ആണെങ്കിൽ ഇവിടുന്ന് വേറെ ഒരു ചെറിയ തോതിലുള്ള ഒരു മീഡിയൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം. അപ്പോൾ വാഹനങ്ങൾക്ക് ഇങ്ങനെ റോട്ടിൽ കയറി ഇറങ്ങി പോകാനുള്ള ഒരു ചെറിയ രീതിയിലുള്ള, അപ്പോൾ ഇവിടെ വലിയ ക്രാഷ് ബാരിയർ കൊടുക്കുമെന്ന് അറിയില്ല, നമുക്ക് കണ്ടറിയാം നീ എങ്ങനെയാണ് വർക്കുകൾ കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ കോഹിനൂർ ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കോഹിനൂർ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹൈവേൻ്റെ ശരിയായ രീതിയിലുള്ള ഒരു കണക്ക് വീതി. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ കുറേ ഭാഗത്ത് ഇങ്ങനെ വളച്ച് കുറേ വലിയ രീതിയിൽ ബൗണ്ടറി തിരിച്ച് കാണാൻ നിങ്ങൾക്ക്. ഈ ഭാഗത്ത് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ആളുകൾക്ക് ഒക്കെ തോന്നിയത്, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇതൊരു ജംഗ്ഷനും കൂടെയാണല്ലോ, കോഹിനൂർ ഭാഗത്തെ ഒരു ജംഗ്ഷന്. അതുപോലെ ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ കടക്കാനുള്ളൊരു വഴിയൊന്നും കാണില്ല. ചിലപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ടൈമായിട്ടില്ല, വർക്ക് തുടങ്ങിയിട്ടില്ല. അതിനുള്ള ചിലപ്പം വരുമായിരിക്കാം. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഹിനൂർ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ രണ്ട് സൈഡിലൂടെ സർവീസ് റോഡിലൂടെ പോകുന്ന യാത്രൻ്റെ കാഴ്ച ഞാൻ വീഡിയോയിൽ വിടാം. അപ്പോൾ ചിലപ്പോൾ സംസാരിക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കാണുക, വീഡിയോ കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ്. നമുക്ക് കാണാം ബസ് സ്റ്റോപ്പ്. നല്ല അടിപൊളിയായിട്ടുള്ള ബസ് സ്റ്റോപ്പാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇവിടെയുള്ള സർവീസ് റോഡ്, കോഹിനൂർ ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡ്. അപ്പോൾ നമുക്കിനി പുതിയ റോട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാം.